ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുധാ അമ്മു ചാനലിലെ സാന്ത്വനം ട്യൂബിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരോടും അങ്ങനെ നമ്മുടെ അനുവിന് ജീവനോട് സത്യം തുറന്നു പറയണം. എന്താണെന്ന് വെച്ചാൽ അലോകിൻ്റെ കാര്യം മറച്ചു വെച്ചത് പുള്ളിക്കാരത്തേക്ക് സങ്കടമായിപ്പോയി. അപ്പോൾ അനു പറയുകയാണ് ഏടത്തിമാരോട്, എനിക്ക് ജീവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അലോകിൻ്റെ കാര്യം പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഏടത്തിമാർ തുറന്നു പറയണമെന്ന് പറയുമ്പോൾ മിത്ര ചോദിക്കുക, ഇവർക്ക് തന്നെ വട്ടാണോ, അതൊക്കെ സത്യങ്ങളൊന്നും തുറന്നൊന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പം അനുവിനോട് പറയുകയാണ്, സത്യങ്ങളൊന്നും തുറന്നൊന്നും പറയണ്ട, അതെല്ലാ പെൺപിള്ളേർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിമാരാണ് ചോദിക്കുന്നത്. മിത്ര ഫാസ്റ്റ് മിത്ര അതൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ആവശ്യമൊന്നുമില്ല, എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കുറ്റബോധം ഉണ്ടല്ലോ അനുവിന് പറയാത്തതുകൊണ്ട്, അതെല്ലാവർക്കും ഉള്ളതാണെന്ന് പറയുമ്പോൾ പറയാം, എനിക്ക് മറച്ചു വെക്കുമ്പോൾ എനിക്ക് പറ്റണില്ല, എനിക്കെല്ലാം തുറന്നു പറയാമെന്ന് പറയും. അപ്പം മീനാക്ഷി പറയും, മീനാക്ഷിയും എല്ലാവരും ദേവി പറയും, ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം തുറന്നു പറയണം, എല്ലാം ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. പിന്നെയും നമ്മൾ കള്ളങ്ങൾ അതിൽ നിന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാരണം നമുക്ക് എല്ലാം തുറന്നു പറയാമെന്ന് അനുവിനോട് സമ്മതിക്കുക. അപ്പം മീനാക്ഷി പറയാമെന്ന് ഞാൻ വിളിച്ച് പറയാം, ജീവനോട് കാണണമെന്ന് പറയാം. അപ്പം മീനാക്ഷി വേഗം ജീവനെ വിളിച്ച് പറയാം, അനുവിന് സംസാരിക്കണം എന്നാണ് പറഞ്ഞ്. നാളെ തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നാളെ ബാങ്കിൽ ഭയങ്കര തിരക്കാണ്, എന്നാലും സാരില്ല, രാവിലെ അമ്പലത്തിൽ വെച്ച് കാണാം എന്നാണ് ജീവൻ പറയുക. അപ്പോൾ എന്നാൽ ഓക്കെ, നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കും. മീനാക്ഷിയോട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ചേട്ടത്തിമാർ, നിനക്ക് അവനെ ഇഷ്ടമായോ? അപ്പോൾ പറയാം, ഇഷ്ടമായി, നല്ല എനിക്കിഷ്ടമായി, കുടുംബത്തെയൊക്കെ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് റെഡിയാവുക. നാളെ ബാങ്കിൽ തിരക്കൊക്കെയാണ്, എന്നാലും അമ്പലത്തിൽ വെച്ച് കാണാമെന്നല്ലോ പറഞ്ഞേക്കണേ. അങ്ങനെ ചേട്ടത്തിമാരും മനുവും കൂടെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഈ മുൻവശത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗോമതി, നിങ്ങളെങ്ങോട്ടാണ് 4 പേരും കൂടെ പോണത്? അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകുക എന്ന് പറയും. അപ്പം അയ്യോ ഞാനും വരണ്ട് എന്ന് പറയും. അപ്പം പറയും, മീനാക്ഷി പറയും, വേണ്ട, ഞങ്ങൾ 4 പേരും പൊക്കോളാം, ഞങ്ങൾ മീനാക്ഷിയുടെ അനുവിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി പ്രത്യേക പൂജ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ 4 പേരും കൂടെ പോയാൽ ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പം ഗോമതി പറയാം, ഇല്ല ഞാനും കൂടെ വരാം, എന്താണെങ്കിലും ഞാനിന്ന് പോയിട്ടില്ല അമ്പലത്തിൽ. അപ്പം ദേവി പറഞ്ഞു, വേഗം റെഡി ആയിട്ട് വരാമെന്ന് ഗോമതി പറയുമ്പോൾ അനു പറഞ്ഞു, അല്ല മിത്ര പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾ പോയിട്ട് വേഗം വരാം, അത് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ബാലെ എങ്ങോട്ടാണ് പോണത്? അവർ 4 പേരും കൂടെ, മരുമക്കളല്ലേ, അവർ 4 പേരും കൂടെ പോട്ടെ, നീ അതിൻ്റെ ഇടയ്ക്ക് വയസ്സായ നീ പോവണ്ടെന്ന് പറയുമ്പോൾ, ആരാ പറഞ്ഞത് എനിക്ക് വയസ്സായൊന്നുമില്ല എന്ന് ഗോമതി പറയാം. ഞങ്ങൾ 4 പേരും പോയിട്ട് വരാം, വേഗം വരാം, ഞങ്ങൾ പോണ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. അപ്പം ബാലൻ പറയും, അവർ 4 പേരും പോട്ടെ, അപ്പം വയസ്സായ നീ അവരുടെ കൂടെ പോകണ്ട, പിള്ളേർ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, എനിക്ക് പ്രായമൊന്നും തോന്നൂല, എന്നെ ഇപ്പോൾ കണ്ടാലും 4 മക്കളുടെ അമ്മയാണോ 4 പ്രസവിച്ചാണോ എന്നൊന്നും പറയില്ല, എൻ്റെ വീട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, 4 മക്കളുടെ അമ്മയാണെന്ന് പറയില്ല കേട്ടോ എന്ന് പറയും. ഞാൻ വേഗം കുളിച്ച് റെഡിയായി വരാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ബാലൻ പറയാം, വേണ്ട അവർ പോയിട്ട് വരട്ടെ ഗോമതി, നീ കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്കും അവർ പോയി തൊഴുതിട്ട് വരുമല്ലോ എന്ന് പറയാം ബാലൻ. അപ്പോൾ പറയാം, ദേവിയുടെ കളിയും ചിരിയൊക്കെ മാറി നിൽക്കുമല്ലേ ആ കൊച്ചു മരിച്ചു പോയ കാര്യം ഓർത്ത്. അപ്പോൾ ദേവി എന്താണെങ്കിലും പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, ഇവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് മറന്നു പോകുമല്ലോ. അമ്പലത്തിലൊക്കെ പോകാറായല്ലോ അല്ലേ, 3 മാസമൊക്കെ ആയില്ലേ, അപ്പോൾ അമ്പലത്തിലൊക്കെ പോകാറായല്ലോ എന്ന് ബാലൻ ചോദിക്കുക. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞത് ശരിയാ,
അത് തന്നെ അങ്ങനെ തന്നെ പോയി വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ഗോമതിയൊക്കെ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ അറിയണം. അപ്പം ദേവി പറയാം അത് ഒരു സസ്പെൻസാണ്, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ പറയാമെന്ന് പറയാം. മീനാക്ഷി പോണ കാര്യം നടന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പോവാട്ടോ. ദേവിമോൾ അവരുടെ മനസ്സൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞാണ് അവർ ബാലൻ പറയാം, അവരുടെ മനസ്സൊന്ന് മാറട്ടെ, പോയിട്ട് വരട്ടെ എന്ന്. അങ്ങനെ ജീവൻ അവരമ്പലത്തിൽ ചെന്നു. ജീവനെ കണ്ട് അവർ തുറന്നു പറയാ, ജീവൻ്റെ മൂഡനുസരിച്ച് വേണം ഓരോന്ന് സംസാരിക്കുക, എടുത്ത് ചാടി പറയരുത് എന്നൊക്കെ സമാധാനത്തോടെ പറയണം എന്നൊക്കെ പറഞ്ഞു വിടുക. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് അവർ ചേട്ടത്തിമാർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കണേ എന്ന് പറയണ്ട. അപ്പം മാറി നിൽക്കുക. ജീവൻ വന്നു. ജീവൻ ചോദിക്കുക, എന്താടോ എന്നോട് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞത്? അവിടെ വെച്ച് സംസാരിക്കാൻ ത്തോണ്ടാണോ ഇപ്പോൾ സംസാരിക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അതെ, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നെ ഇഷ്ടമല്ലേ തനിക്കെന്ന് ചോദിക്കുക. ഇഷ്ടമൊക്കെയാണെന്ന് പറയാം. എന്നാൽ പറയാനുള്ളത് എന്താ കാര്യം? ഞാൻ പേടിച്ചു പോയില്ലോ, ഞാനോർത്ത് എന്നെ ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ പറയുക, എനിക്ക് ഇന്നലെ ചോദിക്കാൻ പറ്റിയില്ല, എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ, ബ്രോക്കർ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇഷ്ടമായി എന്ന് പറയുകയാണ് വീട്ടിൽ ജീവന്. അപ്പോഴത്തേക്കും തൻ്റെ വീട്ടുകാരെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തൻ്റെ വീട്ടുകാർക്കൊക്കെ എന്ത് ഫ്രീ ആടോ, തൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടത്തിമാരെല്ലാവരും എല്ലാവരും ഫ്രീ ആയി. എനിക്കിഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷം അവിടുത്തെ എന്നൊക്കെ പറയാം. നിൻ്റെ വീട്ടിലെ അന്തരീക്ഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്ലിയാണ് എല്ലാവരും, കൂട്ടുകാരാണ്, കൂട്ടുകൂടാൻ പറ്റിയ ഒരു കുടുംബമാണെന്നൊക്കെ പറയാം. അത് തന്നെ എനിക്ക് തന്നെ ഇത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ജീവൻ പറയാം. തനിക്ക് എന്നാടോ എന്നോട് പറയാനുള്ളത്? എന്നെ ഇഷ്ടമായില്ല, ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ, ഞാൻ പേടിച്ചു പോയി, സമാധാനം ഇല്ല എന്നൊക്കെ പറയാം. അപ്പം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. ഇനി ഞാൻ പറയാൻ പോണ കാര്യം വേറൊരു രീതിയിൽ എടുക്കരുത്, കല്യാണം എടുക്കരുതെന്ന് പറയും. കല്യാണം നടക്കാതിരിക്കാൻ വേറൊരു രീതിയിലും എടുക്കരുത്, പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അപ്പം വീട്ടുകാർ എല്ലാം നല്ല രീതിയിൽ ഓർക്കാമുള്ളൂ. കല്യാണത്തിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് പറയണം, അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് പറയും. ഓക്കെ പറഞ്ഞോ എന്ന് പറയാം. എൻ്റെ വീട്ടുകാർക്കൊക്കെ ഓക്കെയാണ്. പിന്നെ ജാതകത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്നെ പ്രശ്നം തനിക്കെന്ന് അനുവിനോട് ജീവൻ ചോദിക്കാം. ആരേലും എന്തെങ്കിലും കഥ, എന്താ പ്രശ്നം പറയാമെന്ന് പറയാം. എനിക്കൊരു അഫെയറുണ്ട് എൻ്റെ മാമൻ്റെ മോനായിട്ട് 6 മാസം മുമ്പാണ്. പക്ഷേ അമ്മാവൻ്റെ മകനാണ്, അലോക് ആയിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് വലിയ അടുപ്പമൊന്നുമില്ല, വിളിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ആഴ്ചയിലൊന്ന് വിളിച്ചു അത്രേ ഉള്ളൂ. ഫോൺ വിളിക്കാറൊന്നുമില്ല, 1-2 പ്രാവശ്യം വിളിച്ചു അത്രേ ഉള്ളൂ എന്നൊന്നും. പിന്നെ വീട്ടുകാരും അവരുമായിട്ട് ശത്രുതയിലാണല്ലോ, അത് കാരണം കാണാനൊന്നുമില്ല, പറയാൻ കഷ്ടപ്പെട്ട് വന്നതെന്ന് പറയും. അഫെയർ ആർക്കാണെങ്കിലും അഫെയറുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. +2 പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഒക്കെ അഫെയറുണ്ട്. ഒരു മനുഷ്യനായ അഫെയർ ഇല്ലാതിരിക്കില്ലല്ലോ. അഫെയർ തോന്നുന്നത് നാച്ചുറലാണ്. ഇത് പറയാനാണ് എന്നെ ഒരു മനസ്സിലായി, താൻ അത്രേ ഉള്ളൂ അല്ലേ, സത്യസന്ധമായ കുട്ടിയാണ് താനെന്ന് പറയാണ് ജീവൻ. പറയാൻ ഓടി വന്നൂലോ ആ മനസ്സ്. കല്യാണത്തിന് മുമ്പ് എന്നോട് പറയാൻ തോന്നിയ ആ മനസ്സ്, നല്ല എല്ലാം തുറന്നു പറയാനുള്ള മനസ്സ് കാട്ടിയല്ലോ. എനിക്കിപ്പോൾ തന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. 1 മാസത്തിന് മുമ്പ് എനിക്ക് കല്യാണം കഴിക്കാനാണ് തോന്നണേ എന്നൊക്കെ പറയുകയാണ് ജീവൻ. പെട്ടെന്ന് അത് കേട്ടപ്പം അനുവിന് ഭയങ്കര സന്തോഷമായി. താൻ എന്തിനാ പേടിക്കണേ, എല്ലാവർക്കും ഉള്ളതല്ലേ, കല്യാണത്തിന് മുമ്പ് ഒരു അഫെയർ ഇല്ലാത്തവരാണ് മോശം എന്നൊക്കെ പറയാം. കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ എന്താവാലോ, ഒരു കല്യാണത്തിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ചേട്ടത്തിമാർക്കും എല്ലാവർക്കും ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായിട്ട് അവർ സമാധാനമായി. ഇപ്പോൾ ഇനി എന്തായിരിക്കുമോ ജീവൻ പറയണേന്ന് അവർക്ക് അറിയില്ലല്ലോ.
പിന്നെ അവർ വീട്ടിൽ അപ്പം ചോദിക്കുക, ഈ കല്യാണം മുടക്കാൻ തൻ്റെ ആരാ എന്നെ ഇപ്പം ഇനിയും എന്നെ അനുവിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയാൻ വന്നാൽ ഞാൻ ചോദിച്ചോളാം, എൻ്റെ പാതി വൈഫാണ് നീ, അതറിയാമോ, എൻ്റെ പാതി ജീവനാ എന്ന് പറയുകയാണ്. ഇനി ചോദിക്കാൻ വരട്ടെ, ഞാൻ ഉണ്ട് ചോദിക്കാൻ. അനുവിനെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറയാൻ വന്നാൽ ഞാനുണ്ട് ചോദിക്കാൻ. അത് കേട്ടപ്പം അനുവിന് ഭയങ്കര സന്തോഷമായി, ചേച്ചിമാർക്ക് സന്തോഷമായി. അതാണ് നാളത്തെ കഥയുടെ ലാസ്റ്റ് എൻഡ്. ചാനൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഹായ് കൂട്ടുകാരെ, എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.